സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. ജൂൺ മാസം 15-ാം തീയതി ലോകത്തിലുള്ള സകല പിതാക്കന്മാരുടെയും ദിനമായി ആഘോഷിക്കുന്ന ദിവസം. പലതരത്തിലുള്ള ദിവസങ്ങളുണ്ട്. മദേഴ്സ് ഡേ ഉണ്ട്, ഫാദേഴ്സ് ഡേ ഉണ്ട്, വിമൻസ് ഡേ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ദിനങ്ങൾ ലോകം ആഘോഷിക്കുന്നുണ്ട്. ഇതൊക്കെ കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമാണെന്ന് നമ്മളെപ്പോലുള്ള ദോഷേക തൃക്കുകൾ സാധാരണ പറയാറുണ്ട്. സത്യം ഇതൊക്കെയാണെങ്കിലും ഈ അപ്പനമ്മമാർക്കൊന്നും വലിയ സ്ഥാനം കൊടുക്കാത്ത ഒരു പുതിയ ലോകത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും അപ്പനെയും അമ്മയെയും ഒക്കെ ഓർക്കാൻ വേണ്ടി ഏതൊക്കെയെങ്കിലും ഒരു ദിവസം വെക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെങ്കിലും മാതാപിതാക്കൾ അവർ നമ്മുടെ ജീവിതത്തിൽ നൽകിയ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ഓർക്കുന്നത് നല്ലതല്ലേ എന്ന ഒരു ചിന്ത. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഫിന്നി പാസ്റ്റർ ഫാദേഴ്സ് ഡേക്ക് ഒരു സന്ദേശം പറയുന്നു, ഒരു പാഠഭേദം ചെയ്യുന്നു. ഫിന്നി പാസ്റ്ററും ഇങ്ങനെയുള്ള ഡേയ്സിൻ്റെ ഒക്കെ കൂടെയാണോ? ഇങ്ങനെയുള്ള ഡേയ്സിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയല്ല ഈ സന്ദേശം പറയുന്നത്. ഇന്ന് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ, അങ്ങനെ ഒരു ശ്രദ്ധ ഈ ദിവസത്തെക്കുറിച്ച് കിട്ടിയിട്ടുള്ളവർ ഈ സന്ദേശം ഒന്ന് ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് നല്ല ഒരപ്പനെക്കുറിച്ച് പറഞ്ഞു തരാം എന്നാണ് ഓർക്കുന്നത്. ഞാൻ വെറുതെ ഫാദേഴ്സ് ഡേയുടെ ചരിത്രം ഒന്ന് നോക്കി, എങ്ങനെയാണ് ഈ ദിവസം തുടങ്ങിയത്. 1909 അമേരിക്കക്കാരിയാകുന്ന സൊനോറ സ്മാർട്ട് ഡോഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഫാദേഴ്സ് ഡേ ആദ്യമായിട്ട് ആരംഭിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് ഒരു മദേഴ്സ് ഡേക്ക് അവരുടെ ചർച്ചിൽ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അന്നത്തെ പ്രസംഗം ഈ സൊനോറായ്ക്ക് നന്നായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. മനസ്സിലൊരു ചിന്തയുണ്ടായി, അമ്മമാരെ ഓർക്കാനുള്ള ദിവസമുണ്ട്. അച്ഛന്മാർ ജീവിതത്തിൽ നൽകിയ സ്വാധീനവും അവരുടെ ത്യാഗങ്ങളും ഒന്നും ആരും ഓർക്കുന്നില്ലല്ലോ. അങ്ങനെ സൊനോറ സ്മാർട്ട് തനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ച തൻ്റെ അമ്മയുടെ മരണശേഷം തന്നെയും 5 സഹോദരങ്ങളെ വളർത്തുവാൻ പെടാപ്പാടുപെട്ട അച്ഛനു വേണ്ടി അവർ തുടങ്ങിയ ദിനമാണ് പിന്നീട് ഫാദേഴ്സ് ഡേ ആയിട്ട് മാറിയത്. നല്ല ചരിത്രം, നല്ല കഥ. നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള ദിവസങ്ങളൊന്നും അധികം ആളുകൾ ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ കാലം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പല വാട്സപ്പ് സ്റ്റാറ്റസുകളും ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഒത്തിരി നമ്മുടെ ആൾക്കാരുടെ ചിത്രങ്ങൾ കണ്ടു, ഫാദേഴ്സ് ഡേ ചിത്രങ്ങൾ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പുതിയ തലമുറ ഇത്തരം ദിവസങ്ങളിൽ അവരുടെ അച്ഛനോടൊപ്പമുള്ള ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ, സ്റ്റാറ്റസ് ഇടുന്നതിലൊക്കെ ഒത്തിരി സന്തോഷിക്കുന്നു. നല്ല കാര്യം. അപ്പനമ്മമാർ ചെയ്ത ത്യാഗത്തിൻ്റെ അനുഭവങ്ങൾ പലപ്പോഴുമെങ്കിലും ഓർക്കുന്നത് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ നിന്ന് നല്ല ചില അപ്പന്മാരെക്കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് ഈ പാഠഭേദത്തിലൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നല്ല അപ്പന്മാരെക്കുറിച്ച് പങ്കുവെക്കുവാൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ അപ്പന്മാരെ ആയിരിക്കാം വേദപുസ്തകത്തിലുള്ള നമുക്ക് ഓർമ്മ വരുന്നത്? ഒരു സംശയം വേണ്ട, മുടിയൻ പുത്രൻ്റെ അപ്പൻ തന്നെയായിരിക്കാം വേദപുസ്തകത്തിലെ അപ്പന്മാരിൽ ഏറ്റവും നല്ല അപ്പൻ എന്നതിനൊരു സംശയവുമില്ല. ചിലപ്പോഴൊക്കെ ചില ദേവദാസന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്, ആ കഥ, മുടിയൻ പുത്രൻ്റെ കഥ, ദ സ്റ്റോറി ഓഫ് ദ പ്രോഡിഗൽ സൺ, ആ കഥയെ മുടിയൻ പുത്രൻ്റെ കഥ എന്നല്ല പേര് കൊടുക്കേണ്ടത്, മറിച്ച് നല്ല ഒരു അപ്പൻ്റെ കഥ എന്നാണ് പേര് കൊടുക്കേണ്ടതെന്ന് സാധാരണ പറയാറുണ്ട്. സത്യമാണത്. നമ്മൾ ഏത് കഥയിലും ഏത് ജീവിതാനുഭവങ്ങളിലും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഭാഗമാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, മഗ്ദലക്കാരത്തി മറിയ, കർത്താവിൻ്റെ ദാസി, കർത്താവിനോട് കൂടെ സേവ ചെയ്ത സ്ത്രീകളിൽ ഒരുവൾ എന്ന് എഴുതേണ്ടതിന് പകരം ലൂക്കോസ് പോലും എഴുതിയത് 7 ഭൂതങ്ങൾ ബാധിക്കപ്പെട്ടിരുന്ന മഗ്ദലക്കാരത്തി മറിയ എന്ന പേരിലാണ്. കാരണം എപ്പോഴും മനുഷ്യൻ്റെ സഹജമായ സ്വഭാവമാണ് നെഗറ്റീവായിട്ടുള്ള
ആ ഒരു പശ്ചാത്തലം, അതിനെ എപ്പോഴും ഊന്നൽ കൊടുത്ത് പറയുക. ഇവിടെ സത്യത്തിൽ ഈ കഥ ഒരു മുടിയൻ പുത്രൻ്റെ കഥയല്ല, മറിച്ച് ആ മുടിയൻ പുത്രനെ ഹൃദയം തുറന്ന് സ്നേഹിച്ച ഒരു അപ്പൻ്റെ കഥയാണ്. അങ്ങനെ ആയിരുന്നു ആ കഥയ്ക്ക് പേര് കൊടുക്കേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്താണെങ്കിലും എൻ്റെയും വിശ്വാസം വേദപുസ്തകത്തിലെ ഏറ്റവും നല്ല അപ്പൻ ഈ ധൂർത്തപുത്രൻ്റെ അപ്പൻ തന്നെയാണ്. അതിനൊരു സംശയവുമില്ല. വേദപുസ്തകത്തിൽ ഒത്തിരി ധൂർത്തപുത്രന്മാരുണ്ട് കേട്ടോ. അവരുടെ അപ്പന്മാർ ഈ മുടിയൻ പുത്രൻ്റെ അപ്പൻ്റെ അത്രയും അല്ലെങ്കിലും നല്ല അപ്പന്മാരായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആദ്യത്തെ ഒരു ധൂർത്തപുത്രൻ യാക്കോബാണെന്ന് തോന്നുന്നു. അപ്പൻ്റെ അനുഗ്രഹങ്ങൾ തട്ടിയെടുത്ത് തനിക്ക് അർഹതയില്ലാത്തത് നിയമപ്രകാരം ജ്യേഷ്ഠാവകാശം അവൻ തട്ടിയെടുത്ത് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയ ഒരു യാക്കോബ്. പക്ഷേ ഇസ്ഹാക്ക് ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. അനുഗ്രഹം തട്ടിയെടുത്തിട്ടും യാക്കോബിനെ ഇസ്ഹാക്ക് പിന്നത്തേതിൽ ഹൃദയപൂർവ്വം ക്ഷമിച്ച് അവനെ അനുഗ്രഹിച്ചയക്കുന്നത് നമ്മൾ കാണുന്നു. നല്ല ഒരു അപ്പൻ. പിന്നെ ഞാൻ കണ്ടത് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ മുടിയൻപുത്രന്മാരിൽ ഒരുവനായിരുന്ന അബ്ശാലോമിനെയാണ്. ദാവീദിൻ്റെ മകൻ അബ്ശാലോം. അബ്ശാലോം ശരിക്കും ഒരു മുടിയൻപുത്രനായിരുന്നു. അപ്പൻ്റെ സിംഹാസനം തട്ടിയെടുക്കുവാനുള്ള എല്ലാ കുടിയില പദ്ധതികളും തയ്യാറാക്കിയ ഒരു മകൻ. അപ്പൻ ഓടിപ്പോകേണ്ടി വന്നു. നമുക്കറിയാം, അബ്ശാലോമിൻ്റെ മേൽ ഒരു കൽക്കൂമ്പാരം ഉയർന്നു. അവൻ്റെ ചുറ്റും നിന്നവർ അവനെ അടിച്ചുകൊന്ന് അവൻ്റെ മേൽ ഒരു കൽക്കൂമ്പാരം കൂട്ടിയവർക്ക് പറയാൻ ന്യായങ്ങളുണ്ട്. ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ഒരു മുടിയൻപുത്രൻ ഒരു ധൂർത്തപുത്രൻ ഉണ്ടെങ്കിൽ, അതായത് റിബലിയസ് ആയിട്ടുള്ള ഒരു മകനുണ്ടെങ്കിൽ അവനെ പട്ടണത്തിൻ്റെ മൂപ്പന്മാരുടെ അടുക്കൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ കല്ലെറിയുകയും ചെയ്യണം. അപ്പോൾ കല്ലെറിഞ്ഞവർക്ക് ന്യായമുണ്ട്. അബ്ശാലോം മുടിയൻ പുത്രനാണ്, കല്ലെറിഞ്ഞു. പക്ഷേ ദാവീദിൻ്റെ ഹൃദയം തകർന്നു. ദാവീദ് നിലവിളിക്കുകയാണ്, എൻ്റെ മകനെ അബ്ശാലോമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. അത്രയും തിന്മ ചെയ്തിട്ടും നല്ലൊരു ധൂർത്തപുത്രനായി തീർന്നിട്ടും അപ്പൻ്റെ ഹൃദയം വിങ്ങുകയാണ്, ദാവീദിൻ്റെ ഹൃദയം. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുതിയ നിയമത്തിലെ ആ നല്ല അപ്പൻ ഈ പറഞ്ഞ ഇസ്ഹാക്കിനെക്കാട്ടിലും ദാവീദിനെക്കാട്ടിലുമൊക്കെ ഒരു പടി മുൻപിൽ നിൽക്കുന്ന അപ്പനാണ്. പുതിയ നിയമത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശു പറഞ്ഞ ആ കഥയിലെ ധൂർത്തപുത്രനും അവൻ്റെ മേലും കല്ലുകൾ പതിക്കുവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അതാണ്. അവനെ പട്ടണത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മൂപ്പന്മാർ, പട്ടണക്കാർ, ദേശക്കാർ കല്ലെറിവാൻ തക്കവണ്ണം യോഗ്യമായ തിന്മ ചെയ്തവൻ. പക്ഷേ വഴിക്കണ്ണുമായി കാത്തിരുന്ന അപ്പൻ അതിനുള്ള ഇട നൽകിയില്ല, അതിനുള്ള സമയവും സാവകാശവും നൽകിയില്ല. അപ്പൻ ദൂരത്ത് നിന്ന് കാണുകയാണ് വീട്ടിലേക്ക് നടന്നു വരുന്ന തൻ്റെ മകനെ. മുടിയൻ പുത്രൻ എന്നൊന്നുമല്ല അപ്പൻ വിളിച്ചത് കേട്ടോ, ധൂർത്തപുത്രൻ എന്നല്ല വിളിച്ചത്, മറിച്ച് എൻ്റെ മകൻ എന്നാണ് അപ്പൻ പറയുന്നത്. ദൂരത്തു നിന്ന് തന്നെ തൻ്റെ മകനെ തിരിച്ചറിഞ്ഞ് അപ്പൻ ആ പട്ടണവാതിലിലേക്ക് ഓടുകയാണ്. ദൂരത്തു നിന്ന് തന്നെ കണ്ട് ഓടുകയാണ്. ആ അപ്പൻ്റെ ഓട്ടം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇനിയും യഹൂദന്മാരുടെ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ്, അവരുടെ ഇടയിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവരുടേതാകുന്ന പ്രത്യേക സാംസ്കാരികമാകുന്ന പ്രത്യേകതകൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുടിയൻ പുത്രൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെയാണ് ഗ്രാമക്കാർ, പട്ടണക്കാർ, പട്ടണത്തിലെ മൂപ്പന്മാർ അതിനോട് പ്രതികരിച്ചിരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കെനത്ത് ബെയ്ലി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദ ക്രോസ് ആൻഡ് ദ പ്രോഡിഗൽ എന്ന് പറയുന്ന പുസ്തകം, കുരിശും ധൂർത്തപുത്രനും എന്ന് പറയുന്നൊരു പുസ്തകം.
ആ പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹൂദന്മാരുടെ ഇടയിൽ അവകാശം നഷ്ടപ്പെടുത്തിയ ഒരു മകൻ അന്യദേശത്ത് പോയിട്ട്, ജാതികളുടെ ഇടയിൽ പോയിട്ട് അവകാശങ്ങളെ നഷ്ടപ്പെടുത്തിയ ഒരു മകൻ അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ ആ നാട്ടുകാർ, അവൻ്റെ കമ്മ്യൂണിറ്റി, അവൻ്റെ സമൂഹം അവനെ പ്രതി ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ്, അതിന് വിളിക്കുന്ന പേരാണ് ഖസാസ. ഒരു എബ്രായ ഭാഷയിലുള്ള ഒരു പദമാണ് കേട്ടോ. ഖസാസ എന്ന ചടങ്ങ് ശരിക്കും ഇപ്പോൾ ധൂർത്തപുത്രൻ പട്ടണവാതിലിലേക്ക് നടന്നെടുക്കുമ്പോൾ ഇവനെ കാണുന്ന പട്ടണക്കാർ, ഗ്രാമക്കാർ ഈ ധൂർത്തപുത്രന് വേണ്ടിയും ഖസാസ എന്ന ചടങ്ങാണ് അടുത്തതായിട്ട് നടത്തുവാൻ പോകുന്നത്. എന്താണ് ചരിത്രം പറയുന്നതെന്നറിയാമോ? ഖസാസ എന്ന് പറയുന്ന ചടങ്ങ് ഗ്രാമക്കാർ, പട്ടണക്കാർ ഒരു വലിയ കലശം, ഒരു പോട്ട്, ഒരു കലം എന്ന് പറയാം, അത് കൊണ്ടുവരും. എന്നിട്ട് ഈ മകൻ്റെ മുമ്പിൽ ആ കലം തല്ലി ഉടയ്ക്കും. അതവനെ റിജക്റ്റ് ചെയ്യുന്നതിന്, അതവനെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. നീ ഞങ്ങളുടെ ഗ്രാമത്തിന്, നിന്റെ അപ്പൻ്റെ ഭവനത്തിന് അപമാനമായി തീർന്നു. അതുകൊണ്ട് നീയുമായിട്ടുള്ള ബന്ധങ്ങൾ, ഓടിപ്പോയ മകനെ, അവകാശങ്ങൾ നഷ്ടപ്പെടുത്തിയ മകനെ, ജാതികളുടെ ഇടയിൽ പോയി പാർത്ത് അവകാശങ്ങൾ നഷ്ടപ്പെടുത്തി അപമാനമായി തീർന്ന മകനെ, നീയുമായിട്ട് ഇനി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന ബന്ധം മുറിക്കലിൻ്റെ ചടങ്ങാണ് ഖസാസ. ഇനിയും നടക്കേണ്ടത് ഖസാസയാണ്. ഗ്രാമക്കാർ അതിന് നോക്കിയിരിക്കുകയാണ്, പട്ടണത്തിലെ മൂപ്പന്മാർ അതിന് നോക്കിയിരിക്കുകയാണ്. പക്ഷേ വഴിക്കണ്ണുകളുമായി നോക്കിയിരുന്ന അപ്പൻ, പട്ടണത്തിലെ മൂപ്പന്മാർ ഇവനെ കാണുന്നതിന് മുമ്പ് ഗ്രാമക്കാർ ആ വലിയ കലശവുമായി ഇവൻ്റെ അടുക്കൽ വന്ന് ഇവനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പേ അപ്പൻ ഓടുകയാണ്. മകൻ്റെ അടുക്കലേക്ക് ഓടിയെത്തുവാൻ ഉള്ള ഒരു വെമ്പൽ. മകൻ അപമാനിക്കപ്പെടുന്നതിന് മുമ്പേ മകൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ പറയത്തില്ലേ, പടി അടച്ച് പിണ്ടം വെക്കുക. അത് ഇന്ത്യയുടെ, കേരളത്തിലെ സംസ്കാരത്തിൽ നിന്നുണ്ടായ ഒരു പദമാണ്. ഇതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലെ ഒരു സെർമണി, ഒരു ചടങ്ങാണ്. യഹൂദൻ്റെ പടിയടച്ച് പിണ്ടം വെക്കലാണ് ഖസാസ. മകൻ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പേ. ഇനി അബ്ശാലോമിൻ്റെ കഥ പറഞ്ഞാൽ, കല്ലുകൾ അവൻ്റെ മേൽ വീഴുന്നതിന് മുമ്പേ അപ്പൻ ഓടിയെത്തുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. വയോവൃദ്ധനാകുന്ന ഒരു മനുഷ്യൻ, ദീർഘവർഷങ്ങൾക്ക് മുമ്പ് വീട് വിട്ടുപോയ മകൻ മടങ്ങി വരുന്നു. അവൻ്റെ രൂപങ്ങൾ മാറിയിരിക്കുന്നു, അവൻ്റെ വേഷവിധാനങ്ങൾ മാറിയിരിക്കുന്നു, ആർക്കും തിരിച്ചറിയാത്തവണ്ണം അവൻ മാറിയിരിക്കുന്നു. പക്ഷേ അപ്പൻ്റെ മനസ്സിൽ അവനെക്കുറിച്ച് എന്നും അപ്പൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചിത്രമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറങ്ങിപ്പോയപ്പോഴുള്ള ചെറുപ്പക്കാരൻ, ആ രൂപമാണ് അപ്പൻ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിച്ചു വെച്ചത്. പക്ഷേ അപ്പൻ ആ ചിത്രത്തെ എന്നും മാറ്റി മാറ്റി ഒന്ന് കാണുവാൻ ശ്രമിച്ചു. അപ്പൻ അറിയാം, മകൻ ഒരുപക്ഷെ മടങ്ങി വരുന്നത് വിരൂപനാകുന്ന ഒരു ഭിക്ഷുവിനെ പോലെ, ഒരു അവശനാകുന്ന ഒരു മനുഷ്യനെ പോലെയൊക്കെ ആയിരിക്കാം മകൻ വരുന്നത്. അപ്പൻ്റെ ഹൃദയത്തിൽ മകൻ്റെ ചിത്രത്തിന് അപ്പൻ കൊടുത്ത, ഭാവനയിൽ കൊടുത്ത അപ്ഡേഷൻസ് നിശ്ചയമായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരത്ത് നിന്ന് ആരും അവനെ തിരിച്ചറിയാതിരുന്നപ്പോൾ തന്നെ അപ്പൻ തിരിച്ചറിഞ്ഞു. ഗ്രാമക്കാർ വൈകിയായിരിക്കാം തിരിച്ചറിയുന്നത്. ഗ്രാമക്കാർ തിരിച്ചറിയുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഖസാസ എന്ന് പറയുന്ന ആ ചടങ്ങ്, അവൻ്റെ മുമ്പിൽ ആ കലം ഉടയ്ക്കപ്പെടുന്നതിന് മുമ്പേ അബ്ശാലോമിനെ കല്ലെറിഞ്ഞതുപോലെ ഇവൻ്റെ നേരെ കല്ലുകൾ വീഴുന്നതിന് മുമ്പേ പട്ടണവാതിക്കലെ മൂപ്പന്മാരുടെ സഭ ഇവനെ കല്ലെറിവാൻ വിധിക്കുന്നതിന് മുമ്പേ അപ്പൻ ഓടുകയാണ്. വയോവൃദ്ധനായ മനുഷ്യൻ, വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട മകൻ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, അപ്പന് പ്രായമായിരിക്കുന്നു. പക്ഷേ അപ്പൻ്റെ വേച്ചുവിറയ്ക്കുന്ന കാലുകൾ കൊണ്ട് അപ്പൻ ഓടുകയാണ്. മറ്റാരും തൻ്റെ മകൻ്റെ അടുക്കൽ ഓടിയെത്തി അവനെ അപമാനിക്കുന്നതിന് മുമ്പേ, അവൻ്റെ മേൽ കല്ലുകൾ വീഴുന്നതിന് മുമ്പേ അപ്പൻ ഓടിയെത്തുന്നു. ഞാൻ ഇങ്ങനെ അങ്ങ് സങ്കല്പിച്ചു പോവുകയാണ്. കെന്നത്ത് ബെയ്ലിയുടെ
ദ ക്രോസ് ആൻഡ് പ്രോഡികൾ എന്ന പുസ്തകത്തിൽ കെന്നത്ത് ബെയ്ലി വരച്ചു കാണിച്ച ചിത്രത്തോട് ചേർന്ന് നിന്ന് അപ്പൻ ഓടി ഓടി മാക്സിമം അവൻ്റെ വേഗത കൂട്ടി ഓടുകയാണ്. വേച്ചു വിറയ്ക്കുന്ന കാലുകളോട് ഓടുകയാണ് ധൂർത്തപുത്രൻ്റെ അടുക്കൽ വേഗത്തിൽ ഓടിയെത്തുവാൻ. കാരണം എൻ്റെ മകൻ ത്യജിക്കപ്പെടുവാൻ പാടില്ല, എൻ്റെ മകൻ്റെ മേൽ കല്ലുകൾ വീഴുവാൻ പാടില്ല, അവൻ അപമാനിതനാകുന്നതിന് മുമ്പേ എനിക്ക് ഓടിയെത്തണം. ഓടിയെത്തിയ അപ്പൻ മകനെ ആലിംഗനം ചെയ്യുകയാണ്. മകൻ എന്ത് പ്രതീക്ഷിച്ച വന്നെന്നറിയാമോ? മകൻ കസാസ പ്രതീക്ഷിച്ചാണ് വന്നത്. അവൻ്റെ വാക്കുകൾ പറയുന്നു, അപ്പാ, നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. എനിക്കൊരൊറ്റ ആഗ്രഹം മാത്രമേയുള്ളൂ. എൻ്റെ ആഗ്രഹം ഇനി മകനായിട്ട് ഇവിടെ കഴിയുകയില്ല. എന്നെ റിജക്റ്റ് ചെയ്യട്ടെ, എന്നെ ത്യജിക്കട്ടെ, സമൂഹം എന്നെ ത്യജിച്ചാലും എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരു ദാസനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണം. തനിക്ക് വരും വരായികകളെക്കുറിച്ച് അറിയാം, താൻ ത്യജിക്കപ്പെടും എന്നറിയാം, സമൂഹം തനിക്ക് ഭ്രഷ്ട് കൽപ്പിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് ഈ ധൂർത്തപുത്രന്. അവൻ്റെ ഒറ്റയൊരാഗ്രഹം, അപ്പൻ്റെ വീട്ടിൽ ഒരു ദാസനായിട്ടെങ്കിലും തനിക്ക് കഴിഞ്ഞാൽ മതി. ഇതൊരു വലിയ തിരിച്ചറിവാണ് കേട്ടോ. അനുഭവം പഠിപ്പിച്ച പാഠമാണ്. മക്കൾക്ക് ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിക്കണമെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ നിന്നാൽ ചിലപ്പോൾ കഴിയില്ല. അപ്പൻ്റെ വീട്ടിൽ പലപ്പോഴും അവർക്ക് അവരനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളുടെ വലുപ്പം തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ധൂർത്തപുത്രന് തിരിച്ചറിയുവാൻ കഴിഞ്ഞു. അവൻ ഓടിപ്പോയ ദേശത്ത് അവൻ നേരിട്ട പട്ടിണിയും പ്രതിസന്ധിയുടെ നടുവിൽ അവൻ ഏതൊക്കെ വീട്ടിൽ ദാസനായി നിന്നോ അവൻ ശരിക്കും അനുഭവിച്ചു. ദാസനായി തീർന്നാലുള്ള നിന്ദ എന്താണ്, കാഠിന്യം എന്താണെന്ന് അവൻ അനുഭവിച്ചു. ആ അനുഭവങ്ങളിൽ അവൻ തിരിഞ്ഞു ചിന്തിക്കുവാൻ തുടങ്ങി തൻ്റെ അപ്പൻ്റെ വീടിനെക്കുറിച്ച്. ആ അപ്പൻ്റെ വീടിനൊരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ ദാസന്മാർ പോലും സുഭിക്ഷതയോട് കഴിയുന്നു. തനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ അപ്പനെ പോലെ അനുകമ്പയുള്ള, സ്നേഹമുള്ള നല്ലൊരു മനുഷ്യൻ ഈ ലോകത്തിൽ ആരുമില്ല. 103 സങ്കീർത്തനം 13 വാക്യത്തിൽ പറയുന്നത് പോലെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണയുള്ള ഒരു അപ്പനെ, മനസ്സലിവുള്ള ഒരപ്പനെ ഇവൻ ഓർക്കുകയാണ്. അവൻ തിരിച്ച് വന്നിട്ട് അപ്പനോട് പറയുകയാണ്, ഞാൻ മറ്റൊന്നും അപ്പാ ആഗ്രഹിക്കുന്നില്ല. കസാസ എന്ന് പറഞ്ഞ് കലമുടച്ച് എന്നെ അവകാശത്തിൽ നിന്ന്, എന്നെ ഗ്രാമത്തിൽ നിന്ന് ത്യജിക്കും. ഇനിയും നിൻ്റെ മകനായിരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. ഒരൊറ്റയൊരു ആഗ്രഹം മാത്രം. എന്താണ് ആഗ്രഹം? അപ്പൻ്റെ വീട്ടിൽ ഒരു ദാസനായിട്ടെങ്കിലും കഴിയുക. പക്ഷേ അപ്പൻ അവനെ ആലിംഗനം ചെയ്യുന്നു. അപ്പൻ്റെ ശിരസ് കുനിഞ്ഞ് അവൻ്റെ കഴുത്തിൽ അവനെ ചുംബിക്കുന്നു. ചുംബനങ്ങൾ കൊണ്ട് അപ്പൻ അവനെ പൊതിയുകയാണ്. എന്നിട്ട് അപ്പൻ ചുറ്റും വന്നവരോട്, ഞാൻ ഇങ്ങനെ അങ്ങ് ഇമാജിൻ ചെയ്യുകയാണ്, എൻ്റെ ഭാവനയിൽ കാണുകയാണ്, കസാസ എന്ന് പറഞ്ഞ് അവനെ ത്യജിക്കുവാൻ വന്നവരോട്, കലമുടയ്ക്കുവാൻ വന്നവരോട്, പടിയടച്ച് പിണ്ടം വെക്കുവാൻ വന്നവരോട് അവനെ ചൂണ്ടിയിട്ട് അപ്പൻ പറയുകയാണ്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് കസാസയുടെ ദിവസമല്ല, ഇത് സന്തോഷത്തിൻ്റെ, ഇത് സെലിബ്രേഷൻ്റെ ദിനമാണ്. മടങ്ങിവരവിൻ്റെ സെലിബ്രേഷൻ, പുനഃസ്ഥാപന അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ്റെ സെലിബ്രേഷൻ, റിഡംഷൻ്റെ സെലിബ്രേഷൻ, മടങ്ങിവരവ്, അതിൻ്റെ സെലിബ്രേഷൻ്റെ ദിവസമാണ്. അപ്പന് പറയാനുള്ളത് ഇത് കസാസയുടെ, ഇത് ത്യജിക്കലിൻ്റെ, തള്ളിക്കളയലിൻ്റെ ദിവസമല്ല, രണ്ട് കരങ്ങളും നീട്ടി ആലിംഗനം ചെയ്യുന്ന ദിവസമാണ്. എത്ര നല്ല അപ്പൻ! നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ചുറ്റും നിൽക്കുന്നവരുടെ കയ്യിൽ ഞാൻ സങ്കല്പിക്കുന്നു കല്ലുകളുണ്ട് ഇവനെ എറിവാൻ. ഇവനെക്കുറിച്ച് 100 കണക്കിന് കുറ്റം പറവാൻ എല്ലാവർക്കുമുണ്ട് കേട്ടോ. ചുറ്റും നിൽക്കുന്നവർക്കെല്ലാം ഇവനെക്കുറിച്ച് പറവാൻ ഒത്തിരിയുണ്ട്. അപ്പനെ വഞ്ചിച്ചവൻ, അവകാശം നഷ്ടപ്പെടുത്തിയവൻ, അന്യദേശത്ത് പോയി അന്യജാതിക്കാരോട് ഇടകലർന്ന് തൻ്റെ ഇൻഹെറിറ്റൻസിനെ നഷ്ടപ്പെടുത്തിയവൻ, എല്ലാവരുടെ കയ്യിലും ഇവന് നേരെ എറിവാൻ വാക്ശരങ്ങൾ, കല്ല് ഇവരുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷേ അവർക്കെറിയാൻ കഴിയുന്നില്ല. കാരണം
അവർ കാണുന്ന കാഴ്ച, ഈ മുടിയൻ പുത്രൻ അവൻ നിൽക്കുന്നത് അപ്പൻ്റെ ആലിംഗനത്തിലാണ്. അപ്പൻ്റെ മാർവോട് ചേർന്ന് അപ്പൻ്റെ കരവലയത്തിൻ്റെ അകത്ത് ഒതുങ്ങി അവൻ നിൽക്കുമ്പോൾ എറിയാൻ വന്ന കല്ലുകൾ താഴെയിടുകയാണ്. ഉടയ്ക്കാൻ കൊണ്ടുവന്ന കലം അവർ തിരിച്ചു കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠം, നിങ്ങൾക്ക് നേരെ എറിയാൻ ഒത്തിരി കല്ലുകളുമായി ചുറ്റും നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാകാം. വാക്ശരങ്ങൾ നിങ്ങൾക്ക് നേരെ എഴുതിവിടുവാൻ നൂറുകണക്കിന് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നുണ്ടാകാം. എന്നാൽ അപ്പൻ്റെ കരവലയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്കെതിരെ ഒരു കല്ലും എറിവാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കെതിരെ ഉടയ്ക്കുവാൻ കൊണ്ടുവന്ന കലങ്ങൾ അവർ തിരിച്ചു കൊണ്ടുപോകും. മറിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? പുതിയ വസ്ത്രം, പുതിയ ചെരുപ്പ്, പുതിയ മോതിരം, അവൻ്റെ ജീവിതം മാറുകയാണ്. കല്ലെറുവാൻ വന്നവരുടെ നടുവിൽ അപ്പൻ്റെ ആലിംഗനത്തിൻ്റെ അകത്ത് നിൽക്കുന്ന മകൻ്റെ ജീവിതം മാറുകയാണ്. പുതിയ ശുശ്രൂഷ, പുതിയ കൃപാവരങ്ങൾ, പുതിയ ദൗത്യങ്ങൾ, അപ്പൻ ഇവനെ പുതിയത് ചിലത് ഏൽപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച പാഠം, നമുക്കെതിരെ നൂറുകണക്കിന് വാക്ഷരങ്ങൾ എറിയുവാൻ ചുറ്റും നിൽക്കുന്നവരുണ്ടാകാം. എന്നാൽ അപ്പൻ്റെ സ്വർഗീയ പിതാവിൻ്റെ കരവലയത്തിൻ്റെ അകത്ത് ഒന്ന് ഒതുങ്ങി നിന്നാൽ വേറെ എങ്ങും പോകണ്ട കേട്ടോ. നമുക്കെതിരെ പറയുന്ന വാക്കുകൾക്ക് പ്രതിവാക്കുകൾ പറഞ്ഞ് നാം ആർഗ്യൂ ചെയ്താൽ, വാദിച്ചാൽ ഒന്നും ഖസാസ എന്ന് പറഞ്ഞ് ത്യജിക്കുവാൻ വന്നവർ അടങ്ങുകയില്ല. അവർ കോപത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ഒരു ആൾക്കൂട്ടമാണ്. കല്ലെറുവാൻ ആക്രോശിക്കുന്ന, ത്യജിക്കുവാൻ ആക്രോശിക്കുന്ന ഒരു ആൾക്കൂട്ടമാണ്. അവർ അടങ്ങുകയില്ല നമ്മുടെ മറുവാക്കുകൾ കേട്ട്. പക്ഷേ അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ ആലിംഗനത്തിൻ്റെ അകത്ത് മറഞ്ഞു നിൽക്കുവാൻ നാം തയ്യാറാണെങ്കിൽ ഒരു കല്ലും ഉയരുകയില്ല. കല്ലെറുവാൻ വന്നവർ കല്ല് താഴെയിട്ട് സെലിബ്രേഷൻ. എന്ത് സെലിബ്രേഷൻ? അപ്പൻ്റെ സ്വീകരണത്തിൻ്റെ, അപ്പൻ്റെ സന്തോഷത്തിൻ്റെ, റിഡംഷൻ്റെ, റിസ്റ്റോറേഷൻ്റെ, റിട്ടേൺ ഓഫ് പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രൻ്റെ മടങ്ങിവരവിൻ്റെ സെലിബ്രേഷനിൽ അവർ ഒന്നിച്ചു കൂടുവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല അപ്പൻ്റെ കഥ പറഞ്ഞ് ഈ ഫാദേഴ്സ് ഡേയിൽ എന്നെ ആരെങ്കിലും ഫാദേഴ്സ് ഡേക്ക് വിഷ് ചെയ്തില്ല എന്ന് സങ്കടമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയൊക്കെ ഒരു നല്ല ഫാദേഴ്സ് ഡേ വിഷ് ചെയ്ത് ആ സ്വർഗീയ പിതാവിൻ്റെ കൈ ഒന്ന് പിടിച്ചോ എന്നുകൂടെ ഓർപ്പിച്ച്, ആ ആലിംഗനത്തിൽ ഒന്ന് മറഞ്ഞു നിന്നോ എന്നോർപ്പിച്ച് ഈ പാഠഭേദം നിർത്തുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.